സുവിശേഷത്തിൽ ഈശോ പറയുന്നത് ഭാരം വഹിക്കുന്നവർ, അധ്വാനിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ഉത്കണ്ഠകളോടെ, ആദികളോടെ, ആകുലതകളോടെ, വ്യഥകളോടെ എന്തോരം ശ്രമിച്ചിട്ടും ജീവിതത്തിലൊന്ന് കരകയറാൻ സാധിക്കാത്ത ദുഃഖത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ ആയിരിക്കുന്നവരോട് ഈശോ പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് പോരെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നിങ്ങളിപ്പോൾ വഹിക്കുന്ന ഈ ഭാരം എൻ്റെ കൂടെ നിങ്ങൾ നടന്നാൽ ഇത്ര ഭാരമൊന്നും തോന്നില്ല എന്നാണ് സുവിശേഷത്തിൽ ഈശോ പറയുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഭാരങ്ങൾ വഹിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒന്ന്, ഈശോയെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ ചെളിയിൽ താണ വണ്ടിയുടെ പരിചയ സമ്പത്തില്ലാത്ത ഡ്രൈവറെ പോലെയാണ് നമ്മൾ. ചെളിയിൽ വണ്ടി താണു കഴിയുമ്പോൾ വലിയ പരിചയമില്ലാത്ത ഡ്രൈവറാണെങ്കിൽ എന്താണ് ചെയ്യുക? ആക്സിലറേറ്ററിൽ ശക്തിയായിട്ട് അമർത്തും, പെട്ടെന്ന് കയറിപ്പോരാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. വണ്ടി കൂടുതൽ ചെളിയിൽ താണു പോകുകയേ ഉള്ളൂ എന്ന് നമുക്ക് അറിയാം. നേരെ മറിച്ച് പരിചയസമ്പന്നനായിട്ടുള്ളൊരു ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ പരിഭ്രമിക്കാതെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ വല്ല കല്ലോ മരത്തിൻ്റെ മുട്ടിയോ ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അത് ആ ടയറുകളുടെ മുന്നിൽ ഇട്ടിട്ട് വണ്ടിയിൽ കയറി വളരെ പതുക്കെ ആക്സിലറേറ്റർ കൊടുത്തു കഴിയുമ്പോൾ വണ്ടി ശാന്തമായിട്ട് ആ ചെളിയിൽ നിന്ന് പുറത്തേക്ക് വരും. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങളിൽ ചെന്ന് വീഴുമ്പോൾ ഉത്കണ്ഠപ്പെട്ട്, ആകുലപ്പെട്ട്, അല്ലെങ്കിൽ ഉത്കണ്ഠയുടെ, ആകുലതയുടെ ആക്സിലറേറ്റർ ചവിട്ടിയിട്ട് ഒരു കാര്യമില്ല, പരിഭ്രമത്തിൻ്റെ ആക്സിലറേറ്റർ ചവിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ വീണ്ടും ആ പ്രശ്നത്തിൽ താണു പോവുകയേ ഉള്ളൂ. നേരെ മറിച്ച് ഈശോയെ വിളിക്കുക. ഈശോയ്ക്ക് ഇഷ്ടമാണ് നമ്മുടെ ജീവിത വണ്ടി പ്രശ്നത്തിൽ പെട്ട് ആ പ്രശ്നത്തിലേക്ക് താണു പോകുമ്പോൾ, അതിൽ നിന്ന് കരകയറാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ താഴെ ഒരു മരമുട്ടി പോലെ അല്ലെങ്കിൽ ഒരു കല്ല് പോലെ കിടക്കാനായിട്ട് ഈശോയ്ക്ക് ഇഷ്ടമാണ്. ആ ഈശോയുടെ മുകളിലൂടെ നമ്മൾ നമ്മുടെ ജീവിതം വീണ്ടും കരുപിടിപ്പിക്കുന്നത്, ആ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് കയറിപ്പോരുന്നത് ഈശോയ്ക്ക് വേദനിക്കുന്ന കാര്യമാണെങ്കിലും ഈശോയ്ക്ക് അത് നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് ഇഷ്ടമാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. ഈശോയുടെ കയ്യിലാണെങ്കിൽ നല്ല മരമുട്ടിയുമുണ്ട്, നല്ല കുരിശും കയ്യിലുണ്ട്. അതുകൊണ്ട് ഈശോയെ കൂട്ടുപിടിക്കുക. അത്തരം സന്ദർഭങ്ങളിൽ ഒരുപാട് പരിഭ്രമിക്കാതെ, ഉത്കണ്ഠപ്പെടാതെ, ആകുലപ്പെടാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാതെ ഈശോയെ കൂട്ടുപിടിക്കുക. ഈശോ നമുക്ക് കയറിപ്പോരാനായിട്ടുള്ള ചവിട്ടുപടിയായിട്ട് നിന്ന് തരും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഭാരമൊക്കെ ഇന്ന് സുവിശേഷത്തിൽ പറയും പോലെ ഇറക്കി വയ്ക്കുക ഈശോയുടെ കൈകളിലേക്ക്. ഒരു മനുഷ്യൻ തലയിൽ ഒരു ചുമടുമായിട്ട് ബസ്സിൽ കയറി ഉടനെ ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ട് തൻ്റെ തലയിലെ ചുമട് ആ മനുഷ്യൻ തലയിൽ നിന്നെടുത്ത് ബസ്സിലേക്ക് എടുത്ത് വയ്ക്കുന്നില്ല. കണ്ടക്ടർ ചോദിച്ചു, ചേട്ടാ അത് തലയിൽ നിന്നെടുത്ത് ബസ്സിൽ വെച്ചുകൂടെ? അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോനെ, എന്നെ തന്നെ ചുമക്കാനായിട്ട് ഈ ബസ്സിന് പറ്റുന്നുണ്ട്. ഇനി എൻ്റെ തലയിലിരിക്കുന്ന ഭാരം കൂടി ഈ ബസ് ചുമക്കുന്നത് എന്തിനാണ്? സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മൾ ജീവിക്കുന്നത് ഇങ്ങനെയാണ്. ദൈവത്തിൻ്റെ, ഈശോയുടെ കരങ്ങളിലാണ് സുരക്ഷിതമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്നാലും ആ കരങ്ങളിലായിരിക്കുമ്പോഴും നമ്മുടെ തലയിലെ ആകുലതകളും, നമ്മുടെ വ്യഥകളും, നമ്മുടെ വിഷമങ്ങളും, ഭാരങ്ങളും, പരിഭ്രാന്തികളും ഇതൊന്നും നമ്മുടെ തലയിൽ നിന്നെടുത്ത് നമ്മളിരിക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ജീവിതത്തിൽ സന്തോഷമില്ലാതെ ജീവിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈശോ ഇന്ന് സുവിശേഷത്തിൽ പറയുന്നില്ലേ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് പോരെ, എൻ്റെ കയ്യിലേക്ക് എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും തന്നോളൂ, ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി വഹിച്ചോളാം. പക്ഷെ ഒന്നും വിട്ടുകൊടുക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറല്ല. ഇത് നമ്മളിങ്ങനെ നമ്മുടെ തലയിലിട്ട് വീണ്ടും ചിന്തിച്ച് നമ്മുടെ സമാധാനം കളയുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈശോയുടെ കരങ്ങളിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം വേണം. നമ്മുടെ തലയിൽ ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ വലിയ സമാധാനം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മനോഭാവങ്ങൾ മാറ്റുക എന്നുള്ളതാണ്. ഞാനെന്ന ഭാവം, എന്നെക്കൊണ്ട് ഇതെല്ലാം പറ്റും, അല്ലെങ്കിൽ ഞാനെന്ന ഭാവം മാറ്റുക എന്നുള്ളതാണ്.
ഒരു ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, എനിക്ക് സമാധാനം വേണം. ഗുരു ആ ശിഷ്യനോട് പറഞ്ഞു, നീ ആദ്യം നിന്നിലെ എനിക്ക് എന്നുള്ള അഹംഭാവം മാറ്റിക്കളയുക. രണ്ടാമത് നിന്നിലെ വേണം എന്നുള്ള ആഗ്രഹം മാറ്റിക്കളയുക. അപ്പോൾ ആകെ ബാക്കിയുള്ളത് സമാധാനം മാത്രമാണ്.